ക്ലാസ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്കും 8ാം ക്ലാസ് മുതൽ കെമിസ്ട്രി എന്ന് പറയുന്ന രസതന്ത്രം എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്നവർക്കും വളരെയധികം യൂസ്ഫുൾ ആയ ഒരു വീഡിയോയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കെമിസ്ട്രിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 10 ടേംസുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈം ആറ്റം എന്നുള്ളതാണ്. ആറ്റം നമുക്കറിയാം, ഈ യൂണിവേഴ്സിലെ എല്ലാ സബ്സ്റ്റൻസുകളും നിർമ്മിച്ചിട്ടുള്ളത് ഡിഫറെന്റ് എലമെന്റ്സുകളിലൂടെയാണ്. ആ എലമെന്റിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് ആറ്റം എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ഒരു സബ്സ്റ്റൻസിന്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് ആറ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാവാം? ഹൈഡ്രജൻ ആറ്റം, ഓക്സിജൻ ആറ്റം, നൈട്രജൻ ആറ്റം, അലുമിനിയം ആറ്റം. അങ്ങനെ എല്ലാ എലിമെന്റ്സും പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ആ പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ എലിമെന്റ്സിനും ആറ്റങ്ങൾ പ്രസന്റ് ആണ്. ഈ യൂണിവേഴ്സിലെ ചിലത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാകുന്നു, ചിലത് നാച്ചുറൽ എക്സിസ്റ്റിംഗ് ആണ്. എനിവേ, ആറ്റം എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്ന പേരാണ് ആറ്റം. അടുത്ത പേരാണ് മോളിക്യൂൾ. രണ്ടോ അതിലധികമോ ആറ്റംസ് ചേർന്നുണ്ടാവുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ആറ്റം ഞാൻ പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. എന്നാൽ മോളിക്യൂൾസിനെ ഫർദർ ഡിവൈഡ് ചെയ്ത് ഇൻഡിവിജ്വൽ ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് സംസാരിക്കാം. നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് കോമ്പൗണ്ട് ആണ് H2O, വാട്ടർ എന്ന് പറയുന്നത്. ഒരു വാട്ടർ മോളിക്യൂളിന്റെ ഉള്ളിൽ H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളത് 2 ഹൈഡ്രജൻ ആറ്റംസും ഒരു ഓക്സിജൻ ആറ്റമാണ്. 1 ഓക്സിജൻ ആറ്റം. അപ്പൊ ഈ H2O മോളിക്യൂളിനെ ഫർദർ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. എന്നാൽ ആറ്റത്തിന് H എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 2 ഹൈഡ്രജൻ ആറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആറ്റത്തിന് പിന്നെ ഒരു ഓക്സിജൻ ആറ്റം, ഈ ആറ്റത്തിന് പിന്നീട് ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള ഡിഫറൻസ്. എന്നാൽ കെമിസ്ട്രി കുറെ ഡെവലപ്പ് ആയി, കുറെ എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ആറ്റത്തിനെ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ആറ്റത്തിന്റെ ഉള്ളിലുള്ള ആറ്റത്തെ നമുക്കറിയാം. ആ ടേംസുകളാണ് അടുത്തത് ഞാൻ എഴുതുന്നത്. ആറ്റത്തിന്റെ ഉള്ളിലുള്ള അടുത്ത പ്രധാനപ്പെട്ട ഒരാളാണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 ടൈമുകൾ ഒരുമിച്ച് എഴുതാണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആറ്റത്തിനെ ഡിഫറെന്റ് സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് ഫർദർ ഡിവൈഡ് ചെയ്ത് ആറ്റത്തിന്റെ ഉള്ളിലുള്ള ആളുകളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആ ഉള്ളിലുള്ള ആളുകളാണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്ന് പറയുന്ന ആളുകൾ. അപ്പോ ഈ പറയുന്ന ആളുകൾക്ക് തമ്മിൽ എല്ലാവർക്കും പരസ്പര റിലേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആളുകൾക്ക് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഈ ഇലക്ട്രോണിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് പ്രോട്ടോൺസ് എന്ന് പറയുന്ന ആളുകൾക്ക് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജും പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള ആളുകളാണ്. ഒരു നോർമൽ ആറ്റത്തിനുള്ളിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും. ഒരു നോർമൽ ആറ്റത്തിനുള്ളിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെയും നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. അതായത് നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിന്റെയും നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിന്റെയും എണ്ണം ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നോർമലി ഒരു ആറ്റം എന്ന് പറയുന്നത് ചാർജ്ലെസ് അല്ലെങ്കിൽ 0 ചാർജ് ആയിട്ട് നിൽക്കുന്നത്. 10 പോസിറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ ഈക്വലായി 10 നെഗറ്റീവ് ഉണ്ടായിരിക്കും. നമുക്കറിയാം -10 +10 കൂടി കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പൊ നോർമലി ഒരു ആറ്റത്തിന്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെയും പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോണിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നോർമലി ഒരു ആറ്റം 0 ചാർജ് ആയിരിക്കും. ഇനി ആറ്റത്തിനുള്ളിലുള്ള മൂന്നാമത്തെ ആളുകളാണ്
ന്യൂട്രോൺ എന്ന് പറയുന്ന ആളുകൾ. ന്യൂട്രോൺ നമ്മൾ വേർഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ന്യൂട്രൽ ചാർജുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഒരു ചാർജ് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഇല്ല, പക്ഷെ ആൾക്കാരുടെ പ്രസൻസ് അവിടെ ഉണ്ട്. അതായത് ആ പ്രസൻസ് നമുക്ക് ഫെൽറ്റ് ചെയ്യും, നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവർക്ക് വെയിറ്റ് ഉണ്ട്, മാസ് ഉണ്ട്, ഭാരമുണ്ട്. അപ്പൊ ആറ്റത്തിന്റെ ഭാരം നിർണ്ണയിക്കുന്നതിൽ, ആറ്റത്തിന്റെ മാസ് നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ന്യൂട്രോൺ എന്ന് പറയുന്ന ആൾ. അതല്ലാതെ പ്രത്യേകിച്ച് ആറ്റത്തിന്റെ ചാർജോ ആറ്റത്തിന്റെ പോസിറ്റിവിറ്റിയോ നെഗറ്റിവിറ്റിയോ ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ന്യൂട്രോണിന് പ്രത്യേകിച്ച് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഓക്കെ, അപ്പൊ ആറ്റത്തിന്റെ ഉള്ളിലുള്ള 3 ആളുകളാണുള്ളത്: ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഒരു ബേസിക് സ്ട്രക്ചറാണ് ആറ്റത്തിന്റെ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഇലക്ട്രോൺ ആയാലും പ്രോട്ടോൺ ആയാലും ന്യൂട്രോൺ ആയാലും നമുക്ക് ഈ ആറ്റത്തിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. ആറ്റത്തിന്റെ സെൻട്രൽ പോർഷൻ, ഈ പോർഷനെ നമ്മൾ വിളിക്കുന്ന അടുത്ത ടേം നമ്മൾ പറയും ന്യൂക്ലിയസ് എന്ന് പറയുന്ന ടേമാണ്. 6ാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിന്റെ സെൻട്രൽ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന് ഒന്ന് ചേർന്ന് നിൽക്കുന്നത്. ആ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് പവർ ആണ് ആറ്റത്തിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ആവാതെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നത് ഒരു ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഈ സെൻട്രൽ പോർഷനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 2 ആൾക്കാരാണ് ഉണ്ടാവുക: പ്രോട്ടോണും ന്യൂട്രോണും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോട്ടോണും ന്യൂട്രോണും പ്രസന്റ് ആയിരിക്കുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് എന്താണോ അതായിരിക്കും ന്യൂക്ലിയസിന്റെ ചാർജ്. അതായത് പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. രണ്ടാമത്, ആറ്റത്തിന്റെ ചുറ്റും കിടന്ന് ന്യൂക്ലിയസിന്റെ ചുറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന ആളുകൾ. ഈ ബേസിക് മോഡലിനുള്ളിൽ ഞാൻ വരച്ചിട്ടുള്ളത് 4 ഇലക്ട്രോൺസിനെയാണ് വരച്ചിട്ടുള്ളത്. 4 ഇലക്ട്രോൺസും ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സൗരയൂഥത്തിലെ സൂര്യനെ മറ്റ് ഗ്രഹങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പോലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ഇലക്ട്രോൺസ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ട്രോൺസിന്റെ ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ചാർജ് ആണ്. എല്ലാ ഇലക്ട്രോണിനും നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പൊ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജും ആറ്റത്തിനുള്ളിൽ പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ സ്റ്റേജിലിരിക്കുന്നത്. എത്ര പോസിറ്റീവ് ഉണ്ടോ അത്ര തന്നെ നെഗറ്റീവ് ചാർജ് പ്രസന്റ് ആയിരിക്കുന്നത് കൊണ്ടാണ് ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ചാർജ് ആയിട്ടിരിക്കുന്നത്. ഇനി കോമ്പറ്റേറ്റീവ് എക്സാമിന് എല്ലാ സ്ഥലത്തും ചോദിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആറ്റത്തിന്റെ ഇലക്ട്രോൺസിന്റെ മാസ് നമ്പറും മാസും ചാർജും എത്രയാണുള്ളത്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓരോ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എല്ലാ ആളുകൾക്കും മാസ് നിർബന്ധമായിട്ടുണ്ട്. എന്നാൽ ന്യൂട്രോൺസിന് എന്തില്ല, ചാർജ് ഇല്ല. ഇലക്ട്രോൺസിനും പ്രോട്ടോൺസിനും ചാർജ് ഉണ്ട്, എന്നാൽ ന്യൂട്രോണിന് ചാർജ് അവൈലബിൾ അല്ല. ഇലക്ട്രോണിന്റെ പ്രത്യേകത, ഇലക്ട്രോണിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് 9.1 × 10⁻³ കിലോഗ്രാം ആണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻27 കിലോഗ്രാം ആണ്. ആൻഡ് ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 1.68 × 10⁻27. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ടോട്ടൽ മാസ് ആയിരിക്കും ആറ്റത്തിന്റെ ടോട്ടൽ ഭാരം ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞു ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജിന്റെ ഈക്വൽ തന്നെ നെഗറ്റീവ് ചാർജും ആറ്റത്തിനുള്ളിൽ നോർമലി പ്രസന്റ് ആയിരിക്കും. അങ്ങനെയാണ് ആറ്റം ഇലക്ട്രിക്കലി സ്റ്റേബിൾ അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റേറ്റ് ഇരിക്കുന്നത്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺ പോസിറ്റീവ് 1.60 × 10⁻⁻19 കൂളം ചാർജ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് ഈക്വൽ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് 1.60 × 10⁻⁻19 കൂളം ചാർജ് ആര് പ്രൊവൈഡ് ചെയ്യും? ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയാണ് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് ന്യൂട്രൽ ആയി മാറുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ പറഞ്ഞു. ഈ 1.60 × 10⁻⁻19 കൂളം ചാർജിനാണ് നമ്മൾ 1 യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞ പേര് വിളിക്കുന്നത്. 1 യൂണിറ്റ് ചാർജ്. അതേപോലെ തന്നെ സെയിം ചാർജ് തന്നെയാണ് ഇതിനെയാണ് നമ്മൾ 1 യൂണിറ്റ് ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 10 ഇലക്ട്രോൺസ് 10 പ്രോട്ടോൺസ് ഉള്ള ഒരു ആറ്റത്തിനുള്ളിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ -10 ചാർജ് ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യും, +10 ചാർജ് പ്രോട്ടോൺസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ -10 + 10 ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 0 ചാർജ് ആയിരിക്കും. ആറ്റം
ഇലക്ട്രിക്കലി ന്യൂട്രൽ സ്റ്റേറ്റിലായിരിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട ടൈമാണ് ഷെൽ എന്ന് പറയുന്നത്. ഷെൽ ഓർ ഓർബിറ്റ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ ആറ്റമിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. ആ ന്യൂക്ലിയസിനെ ഡിഫറെന്റ് പാത്തിലൂടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാത്തുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെൽ എന്ന് പറഞ്ഞ പേര്. ഷെൽ. ഷെല്ലിന്റെ വേറൊരു പേരുണ്ട്, ഓർബിറ്റ് എന്ന് പറഞ്ഞ പേരുണ്ട്. നോർമലി ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആള് ഫസ്റ്റ് ഷെൽ, അതിന്റെ അപ്പുറത്തേക്ക് പോയ സെക്കൻഡ് ഷെൽ, തേർഡ് ഷെൽ, അങ്ങനെ പോകും. ഈ ഷെല്ലുകളെ പിന്നീട് ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബ് ഷെല്ലുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓർബിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യനുകളും ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും തമ്മിലുള്ളത്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിനുള്ളിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, ഒരു നോർമൽ സ്റ്റേജിൽ ആറ്റത്തിന്റെ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള 0 ചാർജുള്ള ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺസിന്റെയോ പ്രോട്ടോൺസിന്റെയോ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് ആറ്റോമിക് നമ്പർ. എത്ര എണ്ണം പ്രോട്ടോൺ ഉണ്ട് എന്നുള്ളതാണ് ആറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിന്റെ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും കൂടിയിട്ടുള്ള എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് മാത്രമാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. എന്നാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടി കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പറാണ് ആറ്റത്തിന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ക്വസ്റ്റ്യനുകളും ചോദ്യങ്ങളൊക്കെ വരുന്ന ഏരിയയാണ് ആറ്റോമിക് നമ്പറും മാസ് നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കാർബൺ എന്ന് പറയുന്ന ഒരു ആറ്റം. കാർബൺ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. 6 ആണ്. ആൻഡ് മാസ് നമ്പർ 12 ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഉള്ളിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 6 ആണ്. അതായത് 6 പ്രോട്ടോൺ ആണ് അതിന്റെ ഉള്ളിലുള്ളത്. മാസ് നമ്പർ ഈക്വൽ ടു 12 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ ഉള്ളിലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. ആറ്റോമിക് നമ്പറിൽ നിന്ന് നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് 6 ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ ന്യൂട്രോൺ നമുക്ക് കിട്ടി ഈക്വൽസ് ടു 6 ആയിരിക്കും. എന്നാണല്ലോ 6+6=12 കിട്ടുന്നത്. അങ്ങനെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും മാസ് നമ്പർ എന്ന് പറയുന്നതും ഒരുപാട് ഡാറ്റാസ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഒരു ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ ഇത്രയാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ പ്രോബ്ലംസ് വരാറുണ്ട്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് വരാറുണ്ട്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് വരാറുണ്ട്, മാസ് നമ്പർ നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് വരുന്ന ഒരു ഏരിയ ആണ് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും. എല്ലായ്പ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിംഗ് ആയിട്ട് മാറി പോകുന്ന ആൾക്കാരാണ് രണ്ടുപേരും. ഏകദേശം ഒരേപോലെയുള്ള ആളുകളാണല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണം, മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും കൂടിയിട്ടുള്ള സമ്മാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അടുത്ത അതേപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മറ്റൊരാളാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഐസോ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം സെയിം എന്നാണ്. ഇവിടെ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആറ്റോമിക് നമ്പേഴ്സ്, ആറ്റം സെയിം ആള് തന്നെയാണ്, പക്ഷെ അവരുടെ മാസ് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ആറ്റോമിക് നമ്പർ സെയിം ഡിഫറെന്റ് മാസ് നമ്പർ. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്സ് എന്ന് പറഞ്ഞ പേര് വിളിക്കുന്നത്. ആറ്റോമിക് നമ്പർ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആറ്റം സെയിം ആണെന്നാണ് അർത്ഥം. അതിന്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് എല്ലാം സെയിം തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ആരാണ് അപ്പൊ ഡിഫറെന്റ് ആയിട്ട് വരിക? നേരത്തെ ഞാൻ പറഞ്ഞ ആൾക്കാരിൽ നോക്കി മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറഞ്ഞ പേര് വിളിച്ചത്. അപ്പൊ ഐസോടോപ്പുകളുടെ ആറ്റോമിക് നമ്പർ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ ഉള്ളിലുള്ള എല്ലാ പ്രോട്ടോൺസിന്റെ എണ്ണം ഈക്വൽ എന്നാണ്. അപ്പൊ ആരാണ് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആള്? ഡിഫറെന്റ് ആയിട്ടുള്ള ആള് ന്യൂട്രോൺസ് ആണ്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഒരു നോർമൽ ഹൈഡ്രജൻ H എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരാളാണ്. പീരിയോഡിക് ടേബിളിലത്തെ ആദ്യത്തെ എലമെന്റ് ആണ്. ആ ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ആറ്റോമിക് നമ്പർ മാത്രമല്ല, ഹൈഡ്രജന്റെ മാസ് നമ്പർ നമുക്കറിയാം 2 ആണ്. അതിന്റെ അർത്ഥം അതിനുള്ളിൽ ഒരു പ്രോട്ടോണും ഉണ്ട്, ഒരു ന്യൂട്രോൺ ഉണ്ട് എന്നാണ് അർത്ഥം. മാസ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈഡ്രജന് തന്നെ വേറെ 2 ഫോമുകൾ കൂടി ഉണ്ട്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ള ആളെയാണല്ലോ നമ്മൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞ പേരിൽ വിളിച്ചത്.
അതേ ഹൈഡ്രജന്റെ തന്നെ മാസ് നമ്പർ 1 ആയിട്ടുള്ള ഫോമും എക്സിസ്റ്റിംഗ് ആണ്, മാസ് നമ്പർ 3 ആയിട്ടുള്ള ഫോമും എക്സിസ്റ്റിംഗ് ആണ്. മാസ് നമ്പർ 1 ആയിട്ടുള്ള ഫോമിന്റെ പ്രത്യേകത അതിൻ്റെ ഉള്ളിലെ പ്രോട്ടോൺ സെയിം ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. ഇതേ പ്രോട്ടോൺ ഇവിടെ തന്നെ ഉണ്ട്, ഇതേ പ്രോട്ടോൺ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ന്യൂട്രോൺ അവിടെ 0 ആണ്, ഈ ന്യൂട്രോൺ അവിടെ ഇല്ല. അതേപോലെ മാസ് നമ്പർ 3 ആയിട്ടുള്ള പ്രത്യേകത ഒരു പ്രോട്ടോൺ അവിടെ തന്നെ ഉണ്ട്. അതേസമയം ന്യൂട്രോൺ എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരെണ്ണം ഉള്ളത്, നോർമൽ ഹൈഡ്രജന്റെ ഒരെണ്ണം ഉള്ളതിന് പകരം ഇവിടെ 2 ന്യൂട്രോൺ പ്രസന്റ് ആണ്. അങ്ങനെയാണ് ടോട്ടൽ 3 മാസ് നമ്പർ ആയിട്ട് മാറുന്നത്. ഈ 3 ഫോമും എർത്തിൽ എക്സിസ്റ്റിംഗ് ആണ്. ഇവരുടെ 3 പേരുടെയും കൂടി ആവറേജ് ആയിട്ടുള്ള ഹൈഡ്രജനൊക്കെയാണ് എടുക്കുക. അങ്ങനെ ഡീപ്പ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ടേംസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ആറ്റം, മോളിക്യൂൾ, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ന്യൂക്ലിയസ്, ഷെൽ, ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോടോപ്സ്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെ യൂസ് ചെയ്യാം, കമന്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നെക്സസ് അക്കാദമി പേജ് ലൈക്ക് ചെയ്യുക, അതിലൂടെയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.